ഹൗസസിനെ ഒക്കെ RBI ബാങ്കിനെ റെഗുലേറ്റ് ചെയ്യുന്ന പോലെ വെയർ ഹൗസസിനെ ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്ന സ്ഥാപനമാണ് വെയർ ഹൗസിംഗ് ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേറ്ററി അതോറിറ്റി എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ അവിടെ സൂക്ഷിക്കേണ്ടതെന്നും സൂക്ഷിച്ചാൽ കർഷകർക്ക് ഏതൊക്കെ തരത്തിലുള്ള ഗുണങ്ങൾ ലഭ്യമാക്കണം എന്നതിനെ കുറിച്ചും ഒക്കെ പോളിസി ഫോർമുലേഷൻ, അതോടൊപ്പം തന്നെ നാടിന്റെ ഭക്ഷ്യസുരക്ഷ അതൊക്കെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് വെയർ ഹൗസിംഗ് ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേറ്ററി അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വെയർ ഹൗസ് പണിത് അതില് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രെയിൻസ് സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ പദ്ധതി വരുന്നത്. അപ്പൊ അതിൽ ഒരു പദ്ധതി വെയർ ഹൗസ് ഉണ്ടാക്കുക. വെയർ ഹൗസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 2 കോടി രൂപ വരെ 1% പലിശയ്ക്ക് കൊടുക്കും. 2 കോടി രൂപ വരെ നബാർഡാണ് അത് റീഫൈനാൻസ് എല്ലാം ചെയ്യുന്നത്. 2 കോടി രൂപ വരെ 1% പലിശയും, അതുപോലെ NCDC കൊടുക്കുന്നുണ്ട്, നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷനും കൂടി കൊടുക്കുന്നുണ്ട് 1%. അതിന് മുകളിലാണ് നിങ്ങളുടെ നിക്ഷേപമെങ്കിൽ അതിന് ഏകദേശം ഒരു 4% വരെ പലിശയ്ക്ക് ലോൺ കൊടുക്കുന്ന ഒരു സംവിധാനം ഇന്ന് നമുക്ക് നിലനിൽക്കുന്നുണ്ട്. നെല്ലുൾപ്പെടെ പയർധാന്യങ്ങളെല്ലാം സൂക്ഷിച്ചു വെക്കുക എന്നുള്ളത് കർഷകരെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നമാണ്. കാരണം 2-3 മാസം പയർധാന്യങ്ങൾ നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടി പറ്റുന്നത് പിന്നീട് കേടുപാടുകൾ വരുന്നത് നമ്മുടെ അനുഭവമാണ്. അതുകൊണ്ട് കൊയ്ത്ത് അല്ലെങ്കിൽ ഹാർവസ്റ്റിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ എല്ലാ ഭക്ഷ്യധാന്യങ്ങളും വളരെ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് കർഷകൻ ഇന്ന് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ന്യായവില കർഷകൻ ആഗ്രഹിക്കുന്ന വില കിട്ടുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് വെയർ ഹൗസിംഗ് സ്ഥാപിക്കുന്നത് വഴി നമുക്കൊരു ന്യായവില സാറൊക്കെ സൂചിപ്പിച്ചതുപോലെ കർഷകന് കിട്ടാൻ പറ്റുന്ന സാധ്യത നമ്മുടെ പ്രദേശത്തേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.